الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت يا أيها الملأ إني ألقي إلي كتاب كريم، إنه من سليمان وإنه بسم الله الرحمن الرحيم. ألا تعلوا علي وأتوني مسلمين. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈമാനോടുകൂടി ജീവിക്കുവാനും അതോടൊപ്പം ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള ഭാഗ്യം നൽകി പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മളെല്ലാവരും പരലോകത്തെയും സ്വർഗത്തെയും അല്ലാഹുവിൻ്റെ വിചാരണയെയും കാത്തിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു സമയത്തെയും ഒരു നല്ല കാര്യത്തെയും നമ്മൾ നിസ്സാരമാക്കാൻ പാടുള്ളതല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഏതൊരു നല്ല കാര്യത്തിൻ്റെയും തുടക്കം അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടാവുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അഥവാ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിക്കുന്ന വചനം, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ആ റബ്ബിനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥമായ ഒരു ബോധവും പടച്ച റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു പേടിയും വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ
നമ്മൾ നോക്കുമ്പോൾ സൂറത്ത് തൗബ ഒഴികെ ബാക്കിയുള്ള 113 അധ്യായങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ ഈ ബിസ്മില്ലാ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും മുഖ്യനായ ശത്രുവായ, നമ്മൾ നേരായ ചൊവ്വായ ധൃതുവായ പാതയിലൂടെ കടന്നു പോകുമ്പോൾ, നന്മയുടെ വാതിലുകൾ നമ്മൾ തുറന്നു പോകുമ്പോൾ, തിന്മയുടെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ മലർത്തിയിട്ട് തരുന്ന പിശാചിൽ നിന്ന് കൂടിയുള്ള രക്ഷയാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. കാരണം എന്താ? ഇന്നഹു, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കാഴ്ചപ്പാടില് നമ്മുടെ നാട്ടിലുള്ള കുറെ ആളുകളല്ല. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നന്മയിലേക്ക് പോകുമ്പോൾ നമ്മളെ ചീത്ത കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന, ചീത്ത നമ്മുടെ ഹൃദയത്തിൽ ദുർബോധന നടത്തിക്കൊണ്ട് നമ്മളെ വഴിപിഴപ്പിക്കുന്ന പിശാചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബിസ്മില്ല നമ്മൾ പറഞ്ഞ് ആ പിശാചിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളെ പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിലൂടെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ, ആ കാര്യങ്ങളിൽ നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് രക്ഷകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതിലൊന്നാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യമാണെങ്കിലും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിന്റെ ഗൗരവം മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ഇല്ലാതാക്കി കളയാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒരാൾ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചാൽ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദഖല റജുലു ബൈതഹു ഫദകറല്ലാഹ് ഇൻദ ദുഖൂലിഹി വ ഇൻദ തുആമിഹി, ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ അവൻ ഭക്ഷണം കഴിക്കുമ്പോഴോ അവൻ അല്ലാഹുവിനെ സ്മരിച്ചാൽ പിശാച് പറയും, ഖാല ശൈത്വാനു ലാ മബീത ലക്കും വലാ അശാ, ആ പിശാച് അവിടെ നിന്ന് പ്രഖ്യാപിക്കും, നിങ്ങൾക്ക് ഇന്നിവിടെ താമസിക്കാനിടമില്ല, നിങ്ങൾക്ക് ഇന്നിവിടെ ഭക്ഷണമില്ല, നമുക്കിന്നിവിടെ ഒരു റോഡുമില്ല കൂട്ടരെ, നമുക്ക് പോകാമെന്ന് പിശാച് പറയും. പ്രിയപ്പെട്ടവരെ, ഇത് ബിസ്മില്ല എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിയിട്ട് പ്രവേശിക്കുന്നവന്റെ കഥയാണ്, അവസ്ഥയാണ്. എന്നാൽ ഇതൊന്നും ചൊല്ലാതെ എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ കുട്ടി എന്ന് പറഞ്ഞ് മാത്രം കയറുന്ന ആളുകളുണ്ട്. അവർക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി നമ്മൾ ബിസ്മി ചൊല്ലേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ. കാരണം മലമൂത്ര വിസർജന സ്ഥലങ്ങൾ പിശാചിന്റെ കേന്ദ്രമാണ്, പിശാചിന്റെ കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിങ്ങൾ ബിസ്മില്ല എന്ന് പറയുക, ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, പടച്ചോനെ എല്ലാ ആൺ പെൺ പിശാചിൽ നിന്നും റബ്ബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സുദിനത്തിൽ എത്ര തവണയാണ്, ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു നേരത്ത് അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടില്ലേ? നമ്മൾ ബിസ്മില്ല പറഞ്ഞിട്ടുണ്ടോ? ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഈ വിഷയങ്ങള് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് നമ്മളെ, കൂട്ടരെ നിങ്ങളിത് ചെയ്യും, നിങ്ങളിത് ചൊല്ലിയും, നിങ്ങൾക്ക് അഭയമുണ്ട്, നിങ്ങൾക്ക് നന്മയുണ്ട് എന്ന് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു സന്ദർഭം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്തായ നമ്മുടെ ഭവനത്തിൽ നിന്ന്
നമ്മൾ പുറപ്പെടുമ്പോൾ ആ ഭവനത്തെ അതാ നമ്മൾ അല്ലാഹുവിനെ ബരമേൽപ്പിക്കുകയാണ്. എത്ര നല്ല പ്രാർത്ഥനയാണ്! ഇതൊന്ന് അർത്ഥമറിഞ്ഞ് ആ ബിസ്മില്ലയൊക്കെ ചൊല്ലി ഒന്ന് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു മാനസികമായി കൊണ്ടുള്ള ഒരു ആനന്ദം കൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് മുസ്ലിമിന് മാത്രമേ കിട്ടുള്ളൂ, അത് മുഅ്മിനിന് മാത്രമേ കിട്ടുകയുള്ളൂ. ഒരു കാര്യം ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോ ഇതിന്റെ ഫള് ഇന്നതാണ്, ഇതിന്റെ ശ്രേഷ്ഠത ഇന്നതാണ് എന്ന് മനസ്സിലേക്ക് അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ഈമാനിന്റെ പവറുണ്ട്. അത് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിന്റെ വാതിൽ നിങ്ങൾ അടക്കുമ്പോൾ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വീട്ടിൽ പ്രവേശിച്ച് നിങ്ങൾ കതകടക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് നിങ്ങൾ കൃത്യമായി കൊണ്ട് നിങ്ങൾ പറയണം, ചൊല്ലണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചൊല്ലിയിട്ട് അടച്ച വാതിൽ പിശാചിനെ തുറക്കാൻ സാധ്യമല്ല. അവിടെ പൈശാചികമായ ചിന്തകളെ കൊണ്ടുവരാൻ ശൈത്വാന് ഇടമില്ല എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അധാർമികമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ സ്വന്തം കുടുംബക്കാരോടൊത്തുകൂടി ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയോ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്തൊക്കെയോ ആവശ്യം വെച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ചില യുവാക്കൾ, ചില യുവതികൾ, ചില ആളുകൾ എന്താണ് അവരുടെ ലക്ഷ്യമെന്നോ, എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തോട്, മാതാപിതാക്കളോട്, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളോട്, ദരിദ്രരായ ആളുകളോടുള്ള കടമകൾ എന്തോ, കടപ്പാടുകൾ എന്തോ ഒന്നും അറിയാത്ത വെറും യൂട്യൂബ് ചാനലുകളിലൂടെ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ രംഗപ്രവേശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ബോധമുണ്ടാകണം. മുസ്ലിമായി കൊണ്ട് ജീവിക്കുവാൻ സദാ നമ്മൾ പരിശ്രമിക്കണം. അല്ലേ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് റബ്ബ് പ്രഖ്യാപിച്ചു, ഇബ്രാഹിമേ, നീ നിന്റെ റബ്ബിന് വേണ്ടി നീ കീഴുതുങ്ങ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ ചിലതൊക്കെ എടുത്തിട്ട് റബ്ബേ, ചിലതൊക്കെ ഞാൻ ചെയ്യാന്നാണോ? അല്ല, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവായ എന്റെ റബ്ബിന്റെ മുമ്പിൽ കീഴുതുങ്ങിയിരിക്കുന്നു. എന്റെ പ്രവർത്തനവും എന്റെ ഇടപാടുകളും എന്റെ ക്രയവിക്രയങ്ങളും എന്റെ ജീവിതത്തിലുടനീളം എന്റെ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടുവരിക. അതുപോലെ നമ്മൾ ബിസ്മില്ല പറയേണ്ട മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ഭാര്യമാരുമായി, നിങ്ങളുടെ ഇണകളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖതനാ. പടച്ചോനെ, പിശാചിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങൾക്കുണ്ടാകുന്ന സന്തതികളിൽ നിന്നും ആ പിശാചിൽ നിന്ന് പടച്ചോനെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള മഹനീയമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തുടങ്ങുവാൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ആ ഒരു വിഷയത്തിൽ വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശൈത്വാൻക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള, അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കളിക്കുവാനും നമ്മളെ തിരുത്തുവാനും നമ്മുടെ നല്ല അവസ്ഥകളെ ഇല്ലാതാക്കുവാനും അവൻ കിട്ടുകൊടുത്ത ചാൻസുകളുടെ വിശാലത പ്രിയപ്പെട്ടവരെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് അവൻ ഓർഡർ കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ ആളുകളെയും ഞാൻ പഠിപ്പിക്കും. അല്ലാഹു പറഞ്ഞു, നീ പഠിപ്പിച്ചോ, പക്ഷേ എൻ്റെ നല്ല ചില അടിമകളുണ്ട്, അവരെ പഠിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ ശൈത്വാനിന്റെ എല്ലാവിധ ശർറുകളിൽ നിന്നും, എല്ലാവിധ
മ്ലേച്ഛതകളിൽ നിന്നും പ്രിയപ്പെട്ടവരെ മുക്തി നേടിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, നാളെ പരലോകത്തിലും സമാധാനമുണ്ടാകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന വിഷയത്തിൽ ഒരു ആത്മീയമായ ഒരു നല്ല ഒരു ചിന്തയും ബോധവും ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ മേഖലകളിലൂടെ ഒരു ദിവസത്തിൽ എന്തായാലും നമ്മൾ കടന്നു പോകുന്ന മേഖലയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ആ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷ ലഭിക്കുന്ന ഈ മാർഗങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ബിസ്മില്ലാ കൊണ്ട് നമ്മൾ തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ കൃത്യമായി ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശദീകരിച്ചത് പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അഭയം ലഭിക്കുവാൻ ബിസ്മില്ലാ ചൊല്ലേണ്ടുന്ന സന്ദർഭങ്ങളെയാണ്. എന്നാൽ അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുവാനും പടച്ച റബ്ബിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുവാനും ബിസ്മില്ലാ പറയുവാനും ചൊല്ലുവാനും പഠിപ്പിച്ച ചില സന്ദർഭങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാൾക്ക് ലെറ്റർ എഴുതുമ്പോൾ, കത്ത് എഴുതുമ്പോൾ ആ കത്ത് നമ്മൾ തുടങ്ങേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്തിൽ ആ ബിസ്മി ചെറുത്തിരുന്നു നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. അവർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. قالت يا أيها الملأ إني ألقي إلي كتاب كريم إنه من سليمان وإنه بسم الله الرحمن الرحيم. ആ ബൽഖീസ് രാജ്ഞി പറയാണ്, അല്ലയോ പ്രമുഖരെ, എനിക്കിതാ ഒരു മാന്യമായ ഒരു കത്തിതാ ലഭിച്ചിരിക്കുന്നു. അവർ പറയാൻ, ആ കത്ത് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് സുലൈമാനിൽ നിന്നാണ്. ആ കത്ത് ഇപ്രകാരമാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടക്കമിട്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കും. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിർക്കൽ രാജാവിന് എഴുതിയ കത്തിലും ബിസ്മി കൊണ്ട് തുടങ്ങിയതായി നമുക്ക് കാണാൻ കഴിയും. പ്രമുഖ സഹാബികളായ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇവരെയൊക്കെ ഏതൊക്കെ സന്ദർഭത്തിലൂടെ കത്തുകൾ എഴുതിയിട്ടുണ്ടോ ആ കത്തുകളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിക്കൊണ്ടായിരുന്നു നമുക്ക് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് നമ്മൾ തുടങ്ങുക. അതുപോലെ തന്നെ വാഹനത്തിൽ നമ്മൾ കയറുമ്പോഴുള്ള പ്രാർത്ഥന, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ബിസ്മില്ലാ നമ്മൾ ചേർക്കലുണ്ടോ? നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്, അല്ലെ? അത് നമ്മൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വുദൂ ചെയ്യുന്നതിന്റെ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ വുദൂഅ ലിമൻ ലം യുദ്കിർ ഇസ്മല്ലാഹി അലൈഹി. വുദൂഇന് മുമ്പ് ബിസ്മില്ലാ ചൊല്ലാത്തവനെ അവൻക്ക് വുദൂ ഇല്ല എന്നുള്ളതാണ്.
ഓക്കെ, നിങ്ങൾ എത്രയോ ആളുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലലുണ്ട്, എന്നാൽ ബിസ്മില്ലാ എന്ന് പറയലില്ല. അശ്രദ്ധ കൊണ്ടാണ് നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ രോഗശമനത്തിനു വേണ്ടി ബിസ്മില്ലാ നമുക്ക് പറയാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അറിവ് നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച 2-3 അദബുകളുണ്ട്, മര്യാദകളുണ്ട്. ഒന്ന്, ആ ബലിമൃഗത്തെ നമ്മൾ അറുക്കുമ്പോൾ അതിനെ ഖിബ്ലക്ക് മുന്നിടുക. പിന്നെ ബിസ്മില്ല ചൊല്ലുക. ബലി അറുക്കുമ്പോൾ ഇപ്രകാരം പറയുക, ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹാദാ മിൻക വലക, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ തുടങ്ങുന്നു, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ, അല്ലാഹുമ്മ ഹാദാ മിൻക, അല്ലാഹുവേ ഇത് നിന്നിൽ നിന്നുള്ളതാണ്, വലക ഇത് നിനക്കുള്ളതാണ് പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലിമൃഗച്ചറുക്കുവാൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലിക്കൊണ്ട്, പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല ചൊല്ലിക്കൊണ്ട്, അതുപോലെ തന്നെ ഒരു മയ്യിത്തിനെ നമ്മൾ ഖബറിൽ പ്രവേശിപ്പിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലുക. ഇതെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി കൊണ്ട് നമുക്ക് പ്രതിഫലം വാരിക്കൂട്ടാൻ വേണ്ടി, നമുക്ക് നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ടത് നമ്മളാണ്, പ്രവർത്തിക്കേണ്ടത് നമ്മളാണ്. അതെ, ഈ ദുനിയാവിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ നമ്മെ സഹായിക്കാനില്ലാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മുടെ സമ്പത്തോ, നമ്മുടെ പണമോ, നമ്മുടെ പദവികളോ, നമ്മുടെ എല്ലാ മേഖലകളോ ഒന്നും നമ്മളെ കാത്തിരിക്കാത്ത, നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളും മാത്രമായി റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്ക് പോയി നിൽക്കേണ്ടുന്ന ഒരു ദിവസത്തെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭങ്ങളിലൂടെ നമ്മൾ മറന്നു പോകാൻ പാടുള്ളതല്ല. എത്രയെത്ര മരണ വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കുള്ള സമാധാനം എന്താ അറിയോ? നമ്മളൊക്കെ സമാധാനിക്കുന്നത് എന്താ? എനിക്കിപ്പോ ശാരീരികമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കിപ്പോ ഷുഗറും കൊളസ്ട്രോളും അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ വലിയ ആരോഗ്യവാനല്ലേ, ഇപ്പോഴത്തൊന്നും ഞാൻ മരിക്കൂല, ഇന്നേക്കാൾ എത്രയോ ആളുകളോട് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ വെച്ച് നടക്കാന്നുള്ളതിനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഏത് സമയത്ത് എങ്ങനെ എവിടെ വെച്ച് എപ്പോ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടി വരുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരുപാട് സഹോദരന്മാർ അപകടത്തിൽപ്പെട്ട വാർത്തകൾ പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മാരകമായ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്നത് കോട്ടക്കലിലുള്ള ഒരു പുതിയ സ്ഥാപനമായ ദാറുൽ അർഖം എന്നുള്ള ഒരു ഹിഫ്ള് കോളേജിന് വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ അറിയാം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ. അപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ അൽഹംദുലില്ലാഹ് ഒരുപാട് ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ നമ്മളോട് ആ സ്ഥാപനത്തിന് വേണ്ടി സഹായം ചോദിച്ചു വന്നവരാണ്, സഹായിക്കണമെന്ന് നമ്മളോട് അഭ്യർത്ഥന നടത്തിയവരാണ്. നമുക്കറിയാം, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും, നമ്മൾ എത്ര ചെലവാക്കിയാലും പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് നാളെ ഒരു സ്വതക്കത്തിൽ ജാരിയായി, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൊടുത്താൽ, ആ മക്കൾ ഹിഫ്ള് പഠിച്ച് ഖുർആൻ പഠിച്ച് അതിന്റെ നന്മയിലൂടെ സഞ്ചരിച്ച് അവർ പാരായണം ചെയ്യുന്ന ഓരോ സൂറത്തുകളിലൂടെ അവർ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. ഞാൻ ഇത്ര വിശാലമാക്കിയിട്ട് പറഞ്ഞത് അതിന്റെ ഗൗരവം എൻ്റെ സഹോദരന്മാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മുടെ പോക്കറ്റിനെ കാര്യമായി ബാധിക്കുന്ന നല്ലൊരു സംഖ്യ നൽകി ആ സ്ഥാപനത്തെ വളർത്തുവാൻ നമ്മൾ ആ നല്ല ഒരു പ്രോഗ്രാം നമ്മളെല്ലാവരും ഇടപെടുക. നമ്മുടെ സാമ്പത്തികമായ നല്ലൊരു ഭാഗം അതിലേക്ക് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വതക്കകളും എല്ലാ ദാനധർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും ആക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദുകളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ നമ്മെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ
ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അല്ലാഹുവേ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും പടച്ചോനെ നീ ഞങ്ങളെ ഏവരെയും കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.